ബിസ്മില്ലാ അൽഹംദുലില്ലാ അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദിൻ വഅലാ ആലി മുഹമ്മദ്. സഹോദരന്മാരെ, ഇനി ഇവിടുന്ന് അങ്ങോട്ടുള്ള ചോദ്യത്തിനുള്ള അവസരമാണ്. എനിക്ക് സൂചിപ്പിക്കാനുള്ളത്, നേരത്തെ ഞാൻ പറഞ്ഞതുപോലെ ഇത്രയും കാലം മുജാഹിദ് പ്രസ്ഥാനത്തിന്റെ ദഅവത്ത് വേദികളിൽ കാണാതിരുന്ന ബഹുമാന്യനായ നാസർ സുല്ലമി എന്നല്ല, 2010 വരെ മടവൂരി വേദികളിൽ ഞങ്ങൾക്കെല്ലാം എതിരെ ശിർക്ക് ആരോപിച്ചിരുന്ന കൂട്ടത്തിൽ നടന്ന ആള് എ.പി. അബ്ദുൽ ഖാദിർ മൗലവി നേതൃത്വം നൽകുന്ന മൗലവി വിഭാഗം മുജാഹിദർ ശിർക്കിലേക്ക് പോയി എന്ന് CP ഉമർ സുല്ലമിയും എടവണ്ണ അബ്ദുസ്സലാം സുല്ലമിയും ഖുബൂരികളെ പത്രത്തിന് അഭിമുഖം നൽകുമ്പോൾ ആ കൂട്ടത്തിൽ ഉള്ള ആള്. അതുകൊണ്ടൊന്നും ഒരാൾ മാറാൻ പാടില്ല എന്ന് അതിനർത്ഥമില്ല. മാറിയാൽ നമ്മൾ അംഗീകരിക്കും, പക്ഷെ മാറിയോ ഇല്ലേ, അതാണല്ലോ വിഷയം. ഏതായിരുന്നാലും അദ്ദേഹം വന്ന് ഇവിടെ KNM-ന്റെ പേരിൽ സംഘടിപ്പിക്കപ്പെട്ട വേദികളിൽ കടന്നു വരികയും അങ്ങനെ ബഹുമാനായ ഹുസൈൻ സലഫി അടക്കമുള്ള, സക്കരിയ സുലാഹി അടക്കമുള്ള, അബ്ദുൽ ജബ്ബാർ മൗലവി അടക്കമുള്ള ഇരുത്തവും തഴക്കവും പഴക്കവും ചെന്ന പണ്ഡിതന്മാരും പ്രബോധകന്മാരുമായ ആളുകൾ അവർക്കെതിരെയെല്ലാം ശിർക്ക് ആരോപിക്കുകയും അത് സാധാരണക്കാർക്കിടയിലേക്ക് അത് പ്രചരിപ്പിക്കുകയും കുവൈത്തിലെ ഹിയാത്തുറാസിന്റെയും സൗദി അറേബ്യയിലെ ഷെയ്ഖ് ഈദാനിന്റെയും എല്ലാം നിർദ്ദേശത്തെ തള്ളിക്കളഞ്ഞുകൊണ്ട് വ്യാപകമായി ഈ ശിർക്ക് ആരോപണവുമായി ഇറങ്ങുകയും ചെയ്യുന്നു. അതിന് അദ്ദേഹം അടിസ്ഥാനമായി പറഞ്ഞ കാര്യം ഒരു സബബ് എന്ന ഒരു പുതിയ കണ്ടുപിടുത്തമാണ്. ഞാൻ നേരത്തെ പറഞ്ഞു, സബബ് എന്താണെന്ന് മൂപ്പർക്ക് മനസ്സിലായിട്ടില്ല, അതുകൊണ്ടാണ് അത്തരമൊരു ഗതി വന്നത്. ഏതായിരുന്നാലും വ്യാപകമായി നാട് നീളെ അയാൾ പറയുന്നു, ജിന്നിനെയും മലക്കിനെയും മനുഷ്യനെ സഹായിക്കാൻ സബബാക്കിയിട്ടില്ല. അല്ലെങ്കിൽ ജിന്നിനെ മലക്ക് വേണമെന്ന് ആയിക്കോട്ടെ, നമ്മൾ വിഷയമില്ലല്ലോ. ജിന്നിനെ മനുഷ്യനെ സഹായിക്കാൻ അല്ലാഹ് സബബാക്കിയിട്ടില്ല, അതുകൊണ്ട് എന്ത് ചോദിച്ചാലും ശിർക്ക് എന്നാണല്ലോ നാസർ സുല്ലമിയുടെ വാദത്തിന്റെ ആകത്തുക. ശരി, പക്ഷെ അങ്ങനെയാണെങ്കിലും ജിന്നുകൾ ഇവിടെ പലരെയും സഹായിക്കാമെന്നത് പ്രമാണം കൊണ്ട് സ്ഥിരപ്പെട്ട കാര്യമാണല്ലോ. ജിന്നിൽപ്പെട്ട പിശാചുക്കൾ പലരെയും ഉപദ്രവിക്കുമെന്നുള്ളതും പ്രമാണം കൊണ്ട് സ്ഥിരപ്പെട്ട കാര്യമാണല്ലോ. നേരത്തെ ഞാൻ ഓതിയ ആയത്തിൽ തന്നെ പറഞ്ഞുവല്ലോ, ഇസ്തിംതാഅ്, അങ്ങോട്ടും ഇങ്ങോട്ടുമുള്ള ഉപകാരമെടുക്കൽ. ഇസ്തിംതാഅ്, അങ്ങോട്ടുമുണ്ട് ഉപകാരമെടുക്കല്, ഇങ്ങോട്ടുമുണ്ട് ഉപകാരമെടുക്കല്. അതെന്തായാലും സബബിന് പുറത്താവൂലല്ലോ. ആ ഇസ്തിംതാഅ് സബബിന് പുറത്താവില്ലല്ലോ, സബബിന് ഉള്ളിലാണല്ലോ. കാരണം സമ്മേളന പ്രചാരണത്തിൽ നാം ഇറക്കിയ നവോത്ഥാനത്തിന്റെ നൂറ്റാണ്ടെന്ന പുസ്തകത്തിൽ പറഞ്ഞു, കാര്യകാരണ ബന്ധങ്ങൾക്ക് അതീതമായി മനുഷ്യ ജീവിതത്തിൽ ഇടപെടാൻ സാധിക്കുന്ന ഒരേ ഒരു ശക്തി പ്രപഞ്ചാതീതനായ ജഗന്നിയന്താവ് മാത്രമാണെന്നാണ് ഇസ്ലാം പഠിപ്പിക്കുന്നത്. അപ്പൊ കാര്യകാരണ ബന്ധങ്ങൾക്ക് അതീതമായി ഇടപെടാൻ റബ്ബിനെ കഴിയൂ. ജിന്നാവട്ടെ മനുഷ്യനെ സഹായിക്കാൻ സബബല്ല എന്ന് നിങ്ങൾ പറയുകയും ചെയ്യുന്നു. എങ്കിൽ ജിന്നുകൾ മനുഷ്യന്മാരെ സഹായിക്കുന്നു, പിശാചുകൾ മനുഷ്യന്മാരെ ഉപദ്രവിക്കുന്നു എന്നതൊക്കെ സബബിനെ പുറത്താകണമല്ലോ. അപ്പോൾ സബബിനെ പുറത്തു നിന്നും ഈ സബബില്ലാതെയും ഈ കാര്യകാരണ ബന്ധമില്ലാതെയും പലർക്കും സഹായിക്കാൻ കഴിയുമെന്ന സാക്ഷാൽ കാന്തപുരം ഖുറാഫികളുടെ വാദമാണല്ലോ ഇതിലൂടെ വന്നു ചേരുന്നത്. കാരണം അവര് വാദിച്ചു, മൊഹീദ്ദീൻ ഷെയ്ഖ് സഹായിക്കും, റിഫായി ഷെയ്ഖ് സഹായിക്കും, ബദരീങ്ങൾ സഹായിക്കും. എങ്ങനെ? കാര്യകാരണ ബന്ധമൊന്നും വേണ്ട, ഭൗതിക സംവിധാനമൊന്നും വേണ്ട, അഭൗതികമായി തന്നെ സഹായിക്കുമെന്ന് അവര് പറഞ്ഞു. വൽ മലായികത്തു ബഅദ ദാലിക ദഹീർ എന്ന ആയത്തോതിയിട്ട് നെല്ലിക്കുത്ത് ഇസ്മായിൽ മുസ്ലിം പ്രസംഗിച്ചിരുന്നു, മലക്കിന്റെ സഹായം അഭൗതികമാണ്. അമ്പലക്കടവ് ഫൈസി പറഞ്ഞിരുന്നു, മലക്കിന്റെ സഹായം അഭൗതികമാണ്. അത് തന്നെ ഇപ്പോൾ സുല്ലമിയും പറയുന്നു, ജിന്നും മലക്കും അഭൗതികമാണ്, ഒരു സഹായം അഭൗതികമാണ് എന്ന് പറയുന്നു. ഞാൻ ചോദിക്കുന്ന ചോദ്യം പ്രത്യേകം ശ്രദ്ധിക്കുക. ഈ ഒരു അസിൽ നിന്നുകൊണ്ട്, ഈ ബേസിൽ നിന്നുകൊണ്ടാണ് ഞാൻ ചോദിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ നെസ് കൊണ്ടോ ഹിസ് കൊണ്ടോ, ആ രണ്ട് രൂപത്തിലാണ് കാര്യകാരണ ബന്ധം എന്നാണല്ലോ സുല്ലമി വിശദീകരിക്കാറ്. പഞ്ചേന്ദ്രിയം കൊണ്ടോ പ്രമാണം കൊണ്ടോ, ഈ നെസ്സിലും ഹിസ്സിലും സബബായി നിശ്ചയിച്ചെന്ന് നാം അറിയാത്ത ഒന്നിനെ, നെസ്സിലും ഹിസ്സിലും സബബായി നിശ്ചയിച്ചുവെന്ന് നാം അറിയാത്ത ഒന്നിനെ ഒരാൾ സബബായി ഉപയോഗപ്പെടുത്തിയാൽ അത് നിരുപാധികം ശിർക്കാണെന്ന്, മുത്ലഖൻ ശിർക്കാണെന്നതിന് ആയത്തോതാമോ, ഹദീസ് ഉദ്ധരിക്കാമോ? ഉദ്ധരിക്കുകയാണെങ്കിൽ ആ ആയത്തും ഹദീസും മുൻഗാമികളായ സ്വഹാബിയോ താബിയോ വിശദീകരിച്ചുവോ? അപ്പോൾ സഹോദരങ്ങളെ,
കഴിഞ്ഞ ഒരു സെഷന് ശേഷം രണ്ടാമത് ബഹുമാനനായ ഫൈസൽ മുസ്ലിയാർ അദ്ദേഹത്തിൻ്റെ ചോദ്യം ഉന്നയിച്ചിരിക്കുകയാണ്. ഇവിടെ വളരെ കൃത്യമാണ് എന്താണ് നമുക്കിടയിലുള്ള അഭിപ്രായ വ്യത്യാസം. ഈ അഭിപ്രായ വ്യത്യാസം വാദം എന്താണ് എന്ന് വളരെ കൃത്യമായി തെളിയിച്ചതിൻ്റെ, എഴുതി വച്ചതിൻ്റെ അടിസ്ഥാനത്തിലാണ്. ആ അടിസ്ഥാനമനുസരിച്ച് ജിന്നുകളോട് സഹായം ചോദിക്കുന്നതിൽ ഹറാമായത് ഷിർക്കാകുന്നതും വസീലത്ത് ഷിർക്കാകുന്നതുമുണ്ട് എന്നാണ് ഈ വ്യവസ്ഥയുടെ വാദമായി ഫൈസൽ മുസ്ലിയാർ കൊണ്ടുവന്നത്. ഞാൻ എൻ്റെ വാദത്തിൽ ജിന്നുകൾ മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അദൃശ്യമാണ്, അഭൗതികമാണ്. അതിനാൽ അവയ്ക്ക് നൽകപ്പെട്ടതോ അല്ലാത്തതോ ആയ ഏത് സഹായ ചോദ്യവും ഷിർക്കാണ്. ഈ ഒരു വിഷയത്തെ സംബന്ധിച്ചുള്ള ചർച്ചയാണ് ഇവിടെ നടക്കുന്നത്. ഇങ്ങനെയുള്ള ഒരു ചർച്ച കേരളക്കരയിൽ വരാനുള്ള സാഹചര്യവും മറ്റുമൊക്കെ നേരത്തെ പറയുകയുണ്ടായി. മുജാഹിദ് പ്രസ്ഥാനത്തിൽ ഇതുവരെ ഇല്ലാത്ത ഒരു വാദം ജബ്ബാർ മൗലവി കൊണ്ടുവരികയും ആ വാദം മുജാഹിദ് പ്രസ്ഥാനത്തിൻ്റെ ആദർശത്തിന് യോജിച്ചതല്ല എന്ന് കൃത്യമായി ബോധ്യപ്പെടുത്തുകയും ചെയ്തു. ആ സന്ദർഭത്തിലാണ് ഇപ്പോൾ ഖുർആനിലെ ഒരു ആയത്ത് ഓതുകയും ആ ആയത്ത് ഓതിയിട്ട് സിന ചെയ്യുന്ന വിഷയത്തിലുള്ള ഇസ്തിംതാഴ് വായിക്കുകയും ചെയ്തുകൊണ്ട് ഇത് നമ്മുടെ വിഷയവുമായി ബന്ധമില്ലാത്തതാണ് എന്ന് വ്യക്തമാക്കിയിട്ട് പോലും ആ വിഷയത്തിലേക്ക് വരാൻ തയ്യാറാവാതെയുള്ള ഒരു മറുപടിയാണ് കഴിഞ്ഞ 5 ചോദ്യങ്ങളിൽ കുറേ കിതാബ് കൊണ്ടുവരികയും ചെയ്തിട്ടുള്ളത് കൊണ്ട് വാദം തെളിയിക്കാൻ കൃത്യമായ പ്രമാണം ഉദ്ധരിക്കും എന്നായിരുന്നു വിചാരിച്ചിരുന്നത്. അദ്ദേഹം പറയുന്നത് ആയത്തോതിയിട്ടുണ്ട് എന്നാണ്. ഇതുപോലെയാണ് എങ്കിൽ കാന്തപുരം മോദി ആയത്ത് മുജാഹിദുകൾ തെളിവായി സ്വീകരിക്കേണ്ടി വരും. കാരണം മരിച്ചുപോയ അമ്പിയാക്കളോട് വിളിച്ച് പ്രാർത്ഥിക്കാൻ കാന്തപുരം മോദി ആയത്ത് വസൽമൻ അർസലാമിൻ കബിലിക്ക എന്നാണ്. ആ ആയത്തേന് അദ്ദേഹത്തിനെതിരാണ്. എന്നതുപോലെ ഫൈസൽ മുസ്ലിയാർ ഇവിടെ ഓതിയിരിക്കുന്ന ആയത്ത് അദ്ദേഹം ഇവിടെ സ്ഥാപിച്ച വാദത്തിനുള്ളതല്ല എന്നും അങ്ങനെ ഒരു വിശദീകരണം പൂർവികരായ ആളുകൾ നൽകിയിട്ടില്ല എന്നും വളരെ കൃത്യമാണ്. ഒരു മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളം അവൻ്റെ ജീവിതത്തിൽ അവന് ചോദിക്കാവുന്ന ഇസ്തിആനത്ത്, ആ ഇസ്തിആനത്ത് 2 വിധമാണ്. ഒന്ന്, അല്ലാഹു സുബ്ഹാനഹു വ തആലയോട് മാത്രം നടത്തുന്ന സഹായ ചോദ്യം. ആ സഹായ ചോദ്യം അല്ലാഹു അല്ലാത്തവരോട് നടത്തിയാൽ അത് തീർച്ചയായും ശിർക്ക് തന്നെയാണ്. എന്നാൽ അതിൽപ്പെടാതെ മനുഷ്യന്മാർ പരസ്പരം നടത്തിക്കൊണ്ടിരിക്കുന്ന കാര്യകാരണ ബന്ധത്തിന്റെ അടിസ്ഥാനത്തിലുള്ള സഹായ ചോദ്യം അങ്ങനെ ചോദിക്കാമെന്ന് അല്ലാഹു തആല വിശുദ്ധ ഖുർആനിലൂടെയും പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ പ്രവാചകന്റെ ജീവിതത്തിലൂടെയും നമുക്ക് പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. ആ പഠിപ്പിച്ചു തന്നതാണ് അത് ശിർക്കാവാതിരിക്കാനുള്ള സബബ്. ആ സബബിന്റെ അടിസ്ഥാനത്തിലാണ് മനുഷ്യർ പരസ്പരം ചെയ്തുകൊണ്ടിരിക്കുന്ന സഹായ ചോദ്യങ്ങൾ അല്ലാഹു തആല അനുവദിച്ചതാണ്. കാര്യകാരണ ബന്ധം എന്ത് എന്ന് നമ്മുടെ ഫൈസൽ മുസ്ലിയാർക്ക് മനസ്സിലായിട്ടില്ല. എന്താണ് കാര്യകാരണ ബന്ധം? കാര്യകാരണ ബന്ധം വളരെ കൃത്യമായി മനസ്സിലാക്കാം. നമുക്ക് നമ്മുടെ പഞ്ചേന്ദ്രിയങ്ങളിലൂടെ മനസ്സിലാക്കാൻ പറ്റുന്ന കാര്യങ്ങൾ അത് കാര്യകാരണ ബന്ധത്തിന്റെ ഒരു ഭാഗമാണ്. എന്നാൽ ഖുർആനിലോ സഹീഹായ ഹദീസിലോ എവിടെയെങ്കിലും മനുഷ്യന്മാർ പരസ്പരം ചെയ്യാവുന്ന സഹായ ചോദ്യം അനുവദനീയമാണ് എന്ന് അല്ലാഹു തആല അനുവദിച്ചിട്ടുണ്ട് എങ്കിൽ അല്ലാഹു തആല അവിടെ നമുക്കത് സബബാക്കി വെച്ചിരിക്കുന്നു. അതാണ് പണ്ഡിതന്മാർ വിശദീകരിച്ചത്. ഇയ്യാക നഅ്ബുദു വ ഇയ്യാക നസ്തഈൻ എന്ന ആയത്ത് വിശദീകരിച്ചുകൊണ്ട് മഹാനായ മുഹമ്മദ് അമാനി മൗലവി അദ്ദേഹത്തിന്റെ
സൂറത്ത് ഫാത്തിഹയുടെ വിശദീകരണത്തിൽ അദ്ദേഹം എന്താണ് ഇയ്യാക നഅ്ബുദു വ ഇയ്യാക നസ്തഈൻ എന്നുള്ള വിശദീകരണത്തിൽ അദ്ദേഹം പറയുന്നത് ശ്രദ്ധിക്കുക. ഈ പറഞ്ഞതിൽ നിന്ന് അഥവാ അള്ളാഹുവോട് മാത്രമേ സഹായം ചോദിക്കാൻ പാടുള്ളൂ, അള്ളാഹു അല്ലാത്തവരോട് സഹായ ചോദ്യം അത് ശിർക്കാകും എന്ന് പറഞ്ഞ് വിശദീകരിച്ചതിന് കഴിഞ്ഞതിന് ശേഷം അമാനി മൗലവി പറയുന്നു, ഈ പറഞ്ഞതിൽ നിന്ന് സൃഷ്ടികളോട് യാതൊരു കാര്യത്തിലും സഹായം അർത്ഥിക്കേണ്ടതില്ലെന്നോ അർത്ഥിച്ചുകൂടാ എന്നോ ധരിക്കേണ്ടതില്ല. അള്ളാഹു പറയുന്നു, വതആവനു അലൽ ബിർരി വത്തഖ്വ, പുണ്യമായ കാര്യത്തിലും ഭയഭക്തിയിലും അഥവാ സൂക്ഷ്മത പാലിക്കുന്നതിലും നിങ്ങൾ അന്യോന്യം സഹായം നൽകുവിൻ. മനുഷ്യന് നൽകപ്പെട്ടിട്ടുള്ള കഴിവിൽപ്പെട്ടതും, ശ്രദ്ധിച്ചോ എന്താണ് കാരണമെന്ന്, മനുഷ്യന് നൽകപ്പെട്ടിട്ടുള്ള കഴിവിൽപ്പെട്ടതും നല്ലതുമായ ഏത് കാര്യങ്ങളിലും പരസ്പരം സഹായ സഹകരണം ചെയ്യണമെന്ന് സാരം. അപ്പോ മനുഷ്യന്റെ മറ്റൊരാൾക്ക് ചെയ്തു കൊടുക്കാൻ കഴിയുന്ന വിഷയമാണ് എങ്കിൽ ആ സഹായ ചോദ്യം അത് അല്ലാഹു തആല നമുക്ക് പരസ്പരം ചോദിക്കുന്നതിനുള്ള കാരണമാക്കി വെച്ചിട്ടുണ്ട്. എന്നാൽ അതിനപ്പുറം നമുക്ക് ചോദിക്കണമെങ്കിൽ അല്ലാഹു കാരണമാക്കി വെക്കണം. അല്ലാഹു കാരണമാക്കി വെക്കാത്ത ഒരു ചോദ്യം അത് ജിന്നുകളോട് ചോദിച്ചാൽ, അത് മലക്കുകളോട് ചോദിച്ചാൽ അത് ശിർക്കാവും. അത് തന്നെയാണ് എന്റെ വിഷയാവതരണത്തിലും ഞാൻ വളരെ കൃത്യമായി ലജ്നത്തു ദായിമയുടെ ഫത്വയായി ഇവിടെ എടുത്തു കൊടുത്തപ്പോൾ ആ ഫത്വയിൽ വളരെ കൃത്യമായി പറഞ്ഞു, അല്ലാഹു ആരോടൊക്കെയാണ് സഹായം തേടൽ അനുവദനീയമല്ലാത്തത്, ആരോടാണ് അനുവദനീയമുള്ളത് എന്ന് വളരെ കൃത്യമായി പറഞ്ഞു. അത് പറഞ്ഞപ്പോ ജിന്നിനോട് അനുവദനീയമല്ല, കാരണം അത് അള്ളാഹുവിൽ പങ്കുചേർക്കലാണ്. എന്നിട്ട് ഈ അള്ളാഹുവിൽ പങ്കുചേർക്കുന്ന ഈ ഇസ്തിആനത്ത് ജിന്നിനോടായാലും മലക്കിനോടായാലും മനുഷ്യരോടായാലും മറ്റുള്ളവരോടായാലും അത് ശിർക്ക് തന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞതിന് ശേഷം പിന്നീട് അനുവദനീയമായതിനുള്ള കാരണം, മനുഷ്യർ തമ്മിൽ സഹായം ചോദിക്കൽ അനുവദനീയമാകാനുള്ള കാരണം, അതിനുള്ള സബബ്, അതാണ് ലജ്നത്ത് ദായിമയുടെ ഫത്വയിൽ പറഞ്ഞത്. ഇല്ലാ മഅൽ ഖാദിർ, കഴിവുള്ളവനായിരിക്കണം, അൽ ഹയ്യ് ജീവിച്ചിരിക്കുന്നവനായിരിക്കണം, അൽ ഹാളിർ ഹാളിറായിരിക്കണം. ഇത് മനുഷ്യന് പഞ്ചേന്ദ്രിയത്തിലൂടെ അനുഭവേദ്യമാവേണ്ട സംഗതിയാണ്. അതുകൊണ്ടാണ് ഹസ്സിയാവണം, ആദിയാവണം. കെ എം മൗലവി അടക്കമുള്ളവർ ആദിയായ സബബിൽപ്പെട്ടത് മനുഷ്യന്മാർ പരസ്പരം ചോദിക്കുന്നതിന് വിരുദ്ധമല്ല, അത് വിരോധമില്ല എന്ന് പറയാനുള്ള കാരണം, ആദിയായ സബബ് മനുഷ്യന്റെ കണ്ണുകൊണ്ട് കാണാൻ, കാതുകൊണ്ട് കേൾക്കാൻ, തൊലി കൊണ്ട് തൊട്ടറിയാൻ, അതുപോലെ തന്നെ നാവ് കൊണ്ട് രുചിച്ചറിയാൻ, നാസേന്ദ്രിയങ്ങൾ കൊണ്ട് മണത്തറിയാൻ, ഈ പഞ്ചേന്ദ്രിയങ്ങളിലൂടെ അനുഭവേദ്യമാകുന്ന കാര്യങ്ങളിലൂടെയാണ് ഒരു മനുഷ്യൻ പരസ്പരം സഹായം ചോദിക്കുന്നത് അനുവദനീയമായിട്ടുള്ളത്. വിശുദ്ധ ഖുർആൻ ഈ പ്രയോഗത്തിന് ഉപയോഗിച്ചിരിക്കുന്ന ഒരു വാക്ക് ഹിദായത്ത് എന്നാണ്. ഹിദായത്ത് എന്ന പദമാണ് ഖുർആൻ ഇതിന് ഉപയോഗിച്ചത്. മൂസാ നബി അലൈഹിസ്സലാത്തു വസ്സലാം ഫറോവയുടെ കൊട്ടാരത്തിലേക്ക് പോയി. ഫറോവ ചോദിച്ചു, റബ്ബുനല്ലദീ അഅതാ കുല്ല ഷൈഇൻ ഖൽഖ ثم ഹദാ റബ്ബുനല്ലദീ അഅതാ കുല്ല ഷൈഇൻ ഖൽഖഹു, നമ്മുടെ സൃഷ്ടാവ് എല്ലാ വസ്തുക്കൾക്കും അതിന് സൃഷ്ടിപ്പ് നൽകി, പിന്നീട് ഹിദായത്ത് നൽകുകയും ചെയ്തു. ഈ ഹിദായത്തിനെ സംബന്ധിച്ച് പണ്ഡിതന്മാർ വിശദീകരിച്ചു, ഓരോ വസ്തുവിനും ഓരോ സൃഷ്ടിക്കും അല്ലാഹു തആല നൽകിയിട്ടുള്ള ജന്മസിദ്ധമായ കഴിവ്, അതാണ് അല്ലാഹു തആല നൽകിയിരിക്കുന്ന ഈ ഹിദായത്ത്. ഇത് മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം മനുഷ്യനെ മനസ്സിലാക്കുന്നത് അവന്റെ പഞ്ചേന്ദ്രിയത്തിലൂടെയാണ്. അതുകൊണ്ടാണ് സഹായ ചോദിക്കൽ അനുവദനീയമായ സഹായ ചോദ്യം പറഞ്ഞപ്പോ ഹിസ്സിയായ ആദിയായ കാര്യകാരണങ്ങളിലൂടെ മനുഷ്യർ നടത്തുന്ന സഹായം അത് അനുവദനീയമാണ്. എവിടെ സുല്ലമി ആയത്ത്? എവിടെ ആയത്ത് തരൂ, ഹദീസ് തരൂ, സ്വഹാബിയെ പറയൂ, താബിയെ പറയൂ, താബിയെ പറയൂ. എന്റെ 10 മിനിറ്റ് ആ പഴയ നോട്ടം കൊണ്ട് വന്നിട്ട് പ്രസംഗിച്ചു പോകാനാണോ സംവാദത്തിന് വന്നത്?
അതുകൊണ്ട് ആ വക പണിയൊന്നും പറ്റൂല. നിങ്ങൾ എന്നോട് 3 പ്രാവശ്യം ആയത്ത് ചോദിച്ചു, 3നും ആയത്ത് പറഞ്ഞു. സ്വഹാബിയെ ചോദിച്ചു, സ്വഹാബിയെ പറഞ്ഞു. തഫ്സീർ ചോദിച്ചു, തഫ്സീർ ഖുർത്തുബി പറഞ്ഞു. അതുകൊണ്ട് മൂപ്പര് പറയാ ഫൈസൽ മുസ്ലിയാർ കിതാബ് കുറെ കൊണ്ടുവന്നിട്ടുണ്ട്, കൊണ്ടുവന്നൊക്കെ എല്ലാം വായിച്ചിട്ടുണ്ട്. ആ വായിച്ച് ഞാൻ പറഞ്ഞല്ലോ ഖുർത്തുബി എങ്ങനെ തരാം, ധൈര്യണ്ടോ വായിക്കാൻ ചോദിച്ചല്ലോ, എന്തേ മിണ്ടാത്തത്? ഇബ്നു അബ്ബാസ് പറഞ്ഞു, ഞാൻ പറഞ്ഞല്ലോ എന്തേ മിണ്ടാത്തത്? അതുകൊണ്ട് അപ്പോഴത്തെ കിതാബ് എടുത്ത 2 സഹായി വേണമെന്ന് അന്ന് ആവശ്യപ്പെട്ടപ്പോ ഞാൻ അന്നേ പറഞ്ഞു, സുല്ലമി നിങ്ങളെ കൊണ്ടുവരുന്ന കിതാബല്ലേ ഉള്ളൂ, അത് ഞാൻ എടുത്തുതരാ എന്ന് ഞാൻ അന്ന് പറഞ്ഞു. കാരണം എനിക്കറിയാം നിങ്ങൾക്ക് ആവശ്യം വരില്ലാന്ന്, നിങ്ങൾക്കൊരു ആവശ്യം വരില്ല എനിക്കറിയാം. ഇതുവരെ ഒരൊറ്റ കിതാബ് എടുത്ത് വായിക്കാൻ കഴിഞ്ഞു? ആകെ വായിച്ചപ്പോ എന്താ അമാനി പരിഭാഷ, അതെന്നെന്താ നിങ്ങൾ പറഞ്ഞതിനെതിരും. അപ്പൊ അതുകൊണ്ട് എന്റെ ചോദ്യം ഞാൻ ആവർത്തിക്കുകയാണ്, ഞാൻ ചോദിച്ചതൊന്നുമല്ല. നിങ്ങൾ ഈ റബ്ബിനെ എന്ന് ഓതി ആ സമയം പോലെ മറ്റേ ആയത്തോതാന് ഈ സമയം കൂടെ ആയത്തോതി കൂടെ. എന്റെ ചോദ്യം എന്താ, നെസ് കൊണ്ടോ ഹിസ് കൊണ്ടോ? അതാണ് നിങ്ങൾ പറഞ്ഞത്. നെസ് കൊണ്ടോ ഹിസ് കൊണ്ടോ സബബായി നിശ്ചയിച്ചുവെന്ന് നാം അറിയാത്ത ഒന്നിനെ ഒരാൾ സബബായി ഉപയോഗപ്പെടുത്തിയാൽ അത് മുത്ലഖൻ ശിർക്കാണെന്ന്, നിരുപാധികം ശിർക്കാണെന്നതിന് ഏത് ആയത്താ തെളിവ്? ഏത് ഹദീസാ തെളിവ്? ഏത് സ്വഹാബിയ ആ ആയത്തിനെയും ഹദീസിനെയും അങ്ങനെ വിശദീകരിച്ചത്? ഏത് താബിഇയ വിശദീകരിച്ചത്? ഏത് താബിഉ താബിഇ വിശദീകരിച്ചത്? അതാ നിങ്ങൾ പറയേണ്ടത്. അല്ല നിങ്ങളെ പഴയ നോട്ട് ആ മഞ്ഞബുക്കും കൊണ്ട് വന്നിട്ട് മഞ്ഞബുക്ക എല്ലാ കുഴപ്പമുണ്ടാക്കിയത്. അതുകൊണ്ട് ആ വക മഞ്ഞബുക്ക് കൊണ്ട് കാര്യമില്ല. അതുകൊണ്ട് ചോദ്യം ആവർത്തിക്കുന്നു, അടുത്ത പ്രാവശ്യമെങ്കിലും നിങ്ങൾ മറുപടി പറയണം. 2ാമത്തെ ചാൻസ് ആയതുകൊണ്ട് 2ാമത് ചോദ്യം കൂടി ചോദിക്കുന്നു, അതും നിങ്ങൾ പറയണം. നിങ്ങൾ പറഞ്ഞല്ലോ ആദിയായ സബബിനപ്പുറമാണ് ജിന്ന്, മനുഷ്യന്റെ ആദിയായ സബബിനപ്പുറമാണ് ശൈത്വാന്. അതുകൊണ്ടാണല്ലോ ഏത് ചോദ്യം ശിർക്ക് എന്ന് നിങ്ങളുടെ യുക്തിവാദം, നിങ്ങളുടെ അക്രാനിയത്ത്, ആയത്തിന് പിൻബലമില്ലാത്ത, ഹദീസിന് പിൻബലമില്ലാത്ത, മുൻഗാമികളുടെ വ്യാഖ്യാനത്തിന്റെ പിൻബലമില്ലാത്ത ശുദ്ധ അക്രാനിയത്ത് അല്ല, ശുദ്ധ മടവൂരിസം. അത് നിങ്ങൾ പറഞ്ഞത് ജിന്ന് ആദിയായ സബബിന് അപ്പുറമാണ് എന്ന് ആശ്രയിച്ചിട്ടാണല്ലോ. ശരി, ആ ആദിയായ സബബിന് അപ്പുറമായത് കൊണ്ടാണ് ഏത് ചോദ്യവും ശിർക്കാകുന്നതെങ്കിൽ ആദിയായ സബബിന് അപ്പുറം തന്നെയാണല്ലോ ആ ജിന്നും ശൈത്താൻ നിങ്ങളെ വാദപ്രകാരം. എങ്കിൽ ഒരാൾ ശൈത്താനെ പേടിച്ചാൽ അത് ശിർക്കാണോ? ഒരാൾ ശൈത്താനെ പേടിച്ചാൽ അത് ശിർക്കാണോ? ശൈത്താൻ ആദിയായ സബബിന് അപ്പുറമല്ലേ നിങ്ങളെ വാദപ്രകാരം? എങ്കിൽ ആദിയായ സബബിന് അപ്പുറമുള്ളതായതുകൊണ്ട് ചോദ്യം ശിർക്കായെങ്കിൽ ആദിയായ സബബിന് അപ്പുറമായതുകൊണ്ട് പേടിയും ശിർക്കാവണ്ടേ? കുഞ്ഞീത് മതിൽ എഴുതിയിട്ടുണ്ടല്ലോ, താഴ്മയും സ്നേഹവും ഭയവും എല്ലാം ആരാധന വകുപ്പിൽ ഉൾപ്പെടുന്നുവെന്ന്. എങ്കിൽ ഒരാൾ ശൈത്താനെ പേടിക്കുന്നു, നാസസുലം എന്താ പറയാ? ആദിയായ സബബിന് അപ്പുറമാണ് ശൈത്താന്, അതുകൊണ്ട് പേടിച്ചാ ശിർക്ക്. സബബിനപ്പുറം പേടിക്കേണ്ടത് ആരെയാ? അള്ളാഹുവിനെയാണ്. സബബിനപ്പുറം തേടേണ്ടത് ആരോടാ? അള്ളാഹുവിനോടാണ്. എങ്കിൽ ആ മാനദണ്ഡം വെച്ചാ ചോദിക്കുന്നത്, ശൈത്താൻ ഒരാൾ പേടിച്ചാൽ ശൈത്താൻ നിങ്ങളെ വാദപ്രകാരം ആദിയായ സബബിനപ്പുറമാകയാൽ ശൈത്താനെ സംബന്ധിച്ച ഏത് പേടിയും ശിർക്കാവണമല്ലോ. ഇനി അതല്ല ശിർക്കായ പേടിയും ശിർക്കാവാത്ത പേടിയും ഉണ്ടോ? ഇനി പേടി ശിർക്കാണെങ്കിൽ ഏതായത്താ തെളിവ്? ഏത് ഹദീസാ തെളിവ്? പേടി ശിർക്ക് അല്ലെങ്കിൽ ഏതായത്താ തെളിവ്? ഏത് ഹദീസാ തെളിവ്? ഉത്തരം പറയുന്നില്ലെങ്കിൽ അതിന് ഏതായത്താ തെളിവ്? ഏത് ഹദീസാ തെളിവ് എന്ന് ഞാൻ ചോദിക്കുന്നില്ല. അപ്പൊ ഏതായിരുന്നാലും കാന്തവൃത്തിനെ പറഞ്ഞ് പണ്ട് ഏതോ ചങ്ങായി സിക്കന്ദന്റെ കഥ പറഞ്ഞിട്ട് കെട്ടിപ്പിടിക്കാൻ പറഞ്ഞു എന്ന പോലെ കെട്ടിപ്പിടിക്കാൻ വല്ല പോക്കുണ്ടോ എന്ന് നമുക്കറിയില്ല. അതിനാൽ ഈ 2 ചോദ്യത്തിനും നിങ്ങൾ കൃത്യമായി ആയത്ത് പറയുക, ഹദീസ് പറയുക, വിശദീകരിച്ച സ്വഹാബിയെ പറയുക, താബിഇയെ പറയുക, താബിഉ താബിഇയെ പറയുക. അതൊന്നുമില്ല എന്നാണോ തുറന്ന് പറയുക. ഞാൻ പ്രസംഗിച്ചത് എന്റെ ശുദ്ധ അഖലാനിയത്താണെന്ന്, എന്റെ യുക്തിവാദമാണെന്ന് നിങ്ങൾ തുറന്ന് പറയുക. അല്ലെങ്കിൽ പറയണം ശൈത്താനെ സംബന്ധിച്ച പേടി 2 തരം പേടിയുണ്ടോ? ശിർക്കായ പേടിയുണ്ടോ? അല്ലാത്ത പേടിയുണ്ടോ? 2ആയാലും ആയത്ത് പറയണം, ഹദീസ് പറയണം. ഉത്തരം പറയുന്നില്ലേ? നിങ്ങൾക്ക് അത് പറയാം. അതുകൊണ്ട് 1ാമത്തെ ചോദ്യം ഇവിടെ നിലനിൽക്കുന്നു, അതിന്റെ കൂടെ 2ാമത്തെ ചോദ്യം കൂടി നിലനിൽക്കുന്നു. ഇതൊന്നും ഇല്ലാത്ത സബബൊന്നുമല്ല പ്രശ്നം. ഇവിടെ ജിന്നല്ല പ്രശ്നം, ഇവിടെ ശൈത്താനല്ല പ്രശ്നം. നമുക്കറിയാം, കഴിഞ്ഞ ഇലക്ഷന് മുമ്പാണല്ലോ ഇവിടെ സംയുക്ത കൗൺസിലിന്റെ CD പുറത്തിറങ്ങുകയും മടവൂരികൾ KKP അബ്ദുള്ള അടക്കമുള്ള ആളുകൾ ഇവിടെ പ്രചരിപ്പിക്കുകയും ചെയ്തു. നിങ്ങൾ അതിനുണ്ടായിരുന്നോ എന്ന് എനിക്കറിയില്ല. അതിനെല്ലാം പിന്നിൽ മറ്റൊരു ലക്ഷ്യമുണ്ട്. അതിന്റെ സബബ് ഞങ്ങൾക്കറിയാം. ആ സബബ് മൂടിവെക്കാനാണ് മറ്റൊരു സബബുമായി രംഗത്തിറങ്ങിയിട്ടുള്ളത് എന്നതാണ് ഞങ്ങൾക്ക് മനസ്സിലാകുന്നത്. അതുകൊണ്ട് ഈ ചോദ്യത്തിന് കൃത്യമായി ആയത്തോതി ഹദീസ് ഉദ്ധരിച്ച് ഫൈസൽ മുസ്ലിയാരെ ഈ ആയത്തിന് ഇന്ന സ്വഹാബി ഇങ്ങനെ പറഞ്ഞു, ഇന്ന താബിഈ പറഞ്ഞു, ഇന്ന താബിഉ താബിഈ പറഞ്ഞു, ഇന്ന കിതാബിലുണ്ട് എന്ന് പറയുക. അപ്പൊ ഈ പ്രശ്നത്തിനൊക്കെ വേറെ സബബ് ഉണ്ട് എന്നാ മുസ്ലിയാർ പറഞ്ഞത്.
അങ്ങനെയെങ്കിൽ മുസ്ലിയാരെ അത് ജമിയത്തുൽ ഉലമന്റെ ദൗറയിൽ ചർച്ച നടന്നപ്പോൾ പറഞ്ഞാൽ മതിയില്ലേ? എന്തിനാ ഒരു പ്രബന്ധം എഴുതി കൊടുത്തത്? ജമിയത്തുൽ ഉലമയുടെ ചർച്ചയിൽ ഇവിടെ പ്രബന്ധമൊന്നും വേണ്ട, ഈ പ്രശ്നമൊക്കെ ഇവിടെ ഉണ്ടാവും, വേറെ സബബുണ്ട് എന്ന് പറഞ്ഞാൽ മതിയല്ലേ? എന്തിനാ പിന്നെ വേറെ പ്രബന്ധം എഴുതാൻ വേണ്ടി ഹനീഫ് ഖാന്റെ ഒപ്പം കൂടിയത്? അതല്ല വിഷയം തെളിനായ ഉറപ്പായില്ലേ? പിന്നെ ഞാൻ യുക്തിവാദമാണോ അല്ലേ എന്ന് ഇത് കേൾക്കുന്ന ആളുകൾക്ക് മനസ്സിലാവും. ഞാനിവിടെ ആയത്തോതിയത് മുസ്ലിം കേൾക്കൂല, കാരണം മുസ്ലിംക്ക് അവിടെ വേറെയാണ് കുത്തിത്തിരിപ്പിന്റെ പണി. അതുകൊണ്ട് ഞാൻ ഓതി ആയത്ത് മുസ്ലിം കേൾക്കൂല. ഞാൻ ഓതി എന്ന ആയത്ത് ഞാൻ ഓതി. അതേപോലെ തന്നെ പിന്നെ എന്ന ആയത്ത് ഞാൻ ഓതി. അതുപോലെ തന്നെ അമാനി മൗലയുടെ തഫ്സീർ ഞാൻ വായിച്ചു. മനുഷ്യന് നൽകപ്പെട്ടിട്ടുള്ള കഴിവിൽപ്പെട്ടതും നല്ലതുമായ എല്ലാ കാര്യങ്ങളിലും പരസ്പര സഹകരണം ചെയ്യണമെന്ന് സാരം. ഇനിയും അമാനി മൗലവി പറഞ്ഞു കേട്ടോ വേറൊരു ആയത്തും കൂടി, ഏത് കാര്യത്തിലും പരസ്പരം സഹകരണം ചെയ്യണമെന്ന് സാരം. ഇത് തെറ്റല്ലെന്ന് മാത്രമല്ല, ചിലപ്പോൾ അത്യാവശ്യവും ചിലപ്പോൾ അനിവാര്യവും കൂടിയായിരിക്കും. ദുൽഖർനി അലൈഹിസ്സലാം പോലും യൗജൂജ് മൗജൂജിന്റെ പ്രവേശനം തടയുവാനുള്ള അണക്കെട്ട് നിർമ്മാണത്തിൽ ജനങ്ങളോട് ശക്തി നൽകി എന്നെ സഹായിക്കണം എന്ന് ആവശ്യപ്പെട്ടതും അവർ ഇരുമ്പ് കട്ടികളും മറ്റും നൽകി സഹായിച്ചതായും സൂറത്ത് കൗഫിൽ അള്ളാഹു പ്രസ്താവിച്ചിരിക്കുന്നു. വേറെയും ആയത്തപ്പോ നെസ്സായ മനുഷ്യന് ഭൗതികമായ കാര്യങ്ങൾ പരസ്പരം ഉപയോഗപ്പെടുത്താം എന്നതിന് നെസ്സായ ആയത്താണ് ഈ പറഞ്ഞത്. നെസ്സായ സബബ് പറയുന്ന ആയത്താണ്. അതാണ് വതആവനു അലൽ ബിർരി വത്തഖ്വ എന്ന് പറഞ്ഞത്. എന്നാൽ അമാനി പോലെ പറഞ്ഞു കേട്ടോ, എന്നാൽ സൃഷ്ടിയുടെ കൈവിൽപ്പെടാത്തതും അദൃശ്യമാർഗത്തിലൂടെ അള്ളാഹുവിൽ നിന്ന് മാത്രം ലഭിക്കേണ്ടതുമായ കാര്യങ്ങളിൽ അവനോട് മാത്രമേ സഹായം തേടാവൂ എന്നതിൽ സംശയമില്ല. ഇതാണ് വായിച്ചത്. അപ്പോ എന്ന ആയത്തോതി, സൂറത്തുൽ കൗഫിലെ ആയത്തോതി. അതേപോലെ തന്നെ ഇതിൽ പറഞ്ഞില്ലേ, ഹാജരായ ജിന്നുകളോട് അവരുടെ കഴിവിൽപ്പെട്ട ഭൗതിക സഹായം വല്ലതും ചോദിക്കാൻ പറ്റുമോ ഇല്ലയോ എന്നതാണ് ഇവിടെ പ്രശ്നം. അതല്ലാതെ മനുഷ്യന്മാർ പരസ്പരം ചോദിക്കാൻ പറ്റുമെന്നില്ല. അതിനുള്ള ആയത്താണോ ഇത്? അതല്ലാതെ ജിന്നുകൾ ചോദിക്കാൻ ആയത്തില്ല എന്നാ പറഞ്ഞത്. അതിന് നസ്സായ സബബ് പറയാൻ ചോദിച്ചാലോ? ജിന്നുകളോട് ചോദിക്കാൻ നിങ്ങൾക്ക് എന്തില്ല? നിങ്ങൾക്ക് എന്നാൽ നിങ്ങളോട് ഇതുവരെ ആയത്ത് ചോദിച്ചത്. മനുഷ്യന്മാർ പരസ്പരം ചോദിക്കുന്നതിൽ അതിൽ തെറ്റില്ല എന്നതിനാണ് സൂറത്തുൽ കൗഫിലെയും അതേപോലെ തന്നെ പിന്നെ സൂറത്തുൽ മാഇദയും ആയത്ത് ഞാൻ ഓതിയത്. ഇനി കേട്ടോ, ഇത് ഫതുൽ മജീദിന്റെ ശറഹിൽ പറയുന്നത് കേട്ടോ. വൽ ഇസ്തിആനതു തജൂസു ഫിൽ അസ്ബാബിൽ ലാഹിറ അൽ ആദിയ ഫിൽ ഉമൂരിൽ ഹിസ്സിയ. കൃത്യമായി മനസ്സിലായിക്കോ, നിന്റെ യുക്തിവാദമല്ല. മുസ്ലിയാർ ഇവിടെ ഒരുപാട് യുക്തിവാദം നടത്തി, ജനങ്ങൾക്കൊക്കെ മനസ്സിലാവും ചെയ്തു. എന്റെ യുക്തിവാദമല്ല. അൽ ഇസ്തിആനത്തു തജൂസു, അനുവദനീയമായ ഇസ്തിആനത്ത് ഫിൽ അസ്ബാബിൽ ലാഹിറ, ഭാഗ്യമായ കാര്യങ്ങളിലൂടെ. ഏത്? അൽ ആദിയ, ആദിയായി നടക്കുന്ന ലാഹിറായ, അതാണ് ഞാൻ പറഞ്ഞത്, ഹയ്യും ഹാദിറും ഖാദിറും എന്ന് പഞ്ചേന്ദ്രിയത്തിലൂടെ. ഫിൽ ഉമൂരിൽ ഹിസ്സിയ, ഉദാഹരണം പറഞ്ഞു, ഫിൽ ഖിതാൽ, യുദ്ധത്തില്, വാദറാക്കി അദുവ്, ശത്രുവിനോട് നേരിടുന്ന വിഷയത്തില്, ഔ സബഇൻ, അതല്ല വന്യമൃഗങ്ങളുമായി അവരിൽ നിന്ന് രക്ഷ തേടാന്, ഔ നഹ്വിഹി, ഇതുപോലെ. ഏതുപോലെ? കഖൗലിഹിം ലാ യാ ലിസൈദ് യാ ലിൽ മുസ്ലിമീൻ ബിഹസ്ബിൽ അഫ്ആലിൽ ലാഹിറ, പ്രകടമായ പ്രത്യക്ഷമായ കാര്യകാരണ ബന്ധത്തിന് അടിസ്ഥാനത്തിലുള്ള ഇത്തരം സഹായം തേടൽ. എന്നാൽ وأما الاستغاثة بالقوة والتأثير أو في الأمور المعنوية من الشدائد, ഇന്തര അത്യാപത്തഘട്ടത്തിലുള്ള വിഷയങ്ങളിൽ ചോദിക്കുന്നത് ഏതുപോലെ? കൽമറളി വഖൗഫിൽ ഗറഖി വൽളിഖി വൽഫഖരി വതലബിർ റിസ്ഖി, ഈ വിഷയത്തിലൊക്കെ ചോദിക്കുന്നത് അത് വനഹു ഫമിൻ ഖസായിസില്ല, ഇത് അള്ളാഹിനോട് മാത്രമേ ചോദിക്കാൻ പറ്റുള്ളൂ. എന്നിട്ട് ജിന്നിനോട് ചോദിക്കാൻ പറ്റുന്നല്ല. അല്ലെങ്കിൽ ജിന്നോട് ചോദിച്ചാൽ ലാ യത്ലുബു ഫീഹാ ഗൈറു, അല്ലാതെ ഒരാളോടും പാടില്ല എന്ന്. അതാണ് ഈ വിഷയത്തിലുള്ളത്. അതുകൊണ്ട് മുസ്ലിയാരെ ആയത്ത് ആവശ്യത്തിനും പിന്നെ ചിരിയും ഇവിടെ ഓതിയിട്ടുണ്ട്. ഇത് കേൾക്കുന്ന ആളുകൾക്കൊക്കെ അത് മനസ്സിലാവും ചെയ്തിട്ടുണ്ട്. പിന്നെ ജിന്നുകളോടുള്ള പേടി ഇവിടെ വളരെ കൃത്യമാണ്. പിശാച് മനുഷ്യനെ ഉപദ്രവിക്കും, അത് വിശുദ്ധ ഖുർആനിലൂടെയും ഹദീസിലൂടെയും സ്ഥിരപ്പെട്ടതാണ്. അത് വിശ്വസിക്കലല്ല ശിർക്ക്, അത് വിശ്വസിക്കൽ ശിർക്കാൻ ആർക്കൂടെ വാദമല്ല. അതിന്റെ അടിസ്ഥാനത്തിൽ ജിന്നിന്റെ പിന്നെ ഉപദ്രവത്തിൽ നിന്ന് രക്ഷ കിട്ടാൻ വേണ്ടി ജിന്നിനോട് ചോദിക്കാൻ പറ്റുമെന്നാ. അതേപോലെ തന്നെ അതല്ലാത്ത വിഷയങ്ങളിൽ
ജിന്നിനോട് സഹായം ചോദിക്കാൻ പറ്റുമെന്നാ. ഏത് വിഷയത്തിലാണെങ്കിലും ജിന്നിനോട് സഹായം ചോദിച്ചാൽ ആ ചോദ്യം കാര്യകാരണ ബന്ധത്തിന് അതീതമാണ്, അതിനാൽ അത് ശിർക്കുമാണ്. എന്നാൽ പിശാച് മനുഷ്യനെ ഉപദ്രവിക്കുമെന്നും പിശാചിന്റെ ഒട്ടേറെ കുതന്ത്രങ്ങളുണ്ട് എന്നും ആ കുതന്ത്രങ്ങളെ കുറിച്ച് സൂക്ഷിക്കണമെന്നും പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയും വിശുദ്ധ ഖുർആനും പഠിപ്പിച്ചതാണ്. എന്നാ കേട്ടോ, ഇത് കിതാബു തൗഹീദ്. ഡോക്ടർ സാലിഹ് ബിൻ ഫൗസാൻ അൽ ഫൗസാൻ സൗദി അറേബ്യയിൽ ഇപ്പോഴും ജീവിച്ചിരിക്കുന്ന പണ്ഡിതനാണ്. അദ്ദേഹം പറയുന്നത് കേട്ടോ, അൻവാഉ ശിർക്ക്, ശിർക്കിന്റെ ഇനങ്ങൾ, അശിർക്കു നൗആനി എന്ന് പറഞ്ഞിട്ട് അദ്ദേഹം പറയാണ്, വൽ ഖൗഫു മിനൽ മൗതാ അവിൽ ജിന്നി വശയാതീൻ അൻ യദുറൂഹു ഔ യുമർരിദൂഹു. മരിച്ചുപോയവരും ജിന്നുകളും പിശാചുക്കളും രോഗമുണ്ടാക്കുമെന്നോ ഉപദ്രവിക്കുമെന്നോ ഉള്ള ഭയം, അത് ശിർക്കുൽ അക്ബറിൽപ്പെട്ടതാണ്. വറജാഉ ഗൈരില്ലാഹ് ഫീമാ ലാ യഖ്ദിറു അലൈഹി ഇല്ലല്ലാഹ് മിൻ ഖളാഇൽ ഹാജാതി വതഫ്ജീരിൽ ഖുർബാതി മിമ്മാ യുമാരിസുൽ ആന ഹൗലൽ അദ്റഹത്തിൽ മബ്നിയ അലൽ ഖുബൂരിൽ അംബിയാഇ എന്ന് തുടർന്ന് വസാലിഹീൻ എന്ന് പറഞ്ഞുകൊണ്ട് ആ രീതിയിലുള്ള പ്രതീക്ഷയും. ഇവിടെ എന്താ, മരുഭൂമിയിൽ ഒറ്റപ്പെട്ട മനുഷ്യൻ, ആ മനുഷ്യന് ഹുസൈൻ സലഫി പറഞ്ഞതുപോലെ നമ്മുടെ കഴിവുകൾ അവസാനിച്ചു, നമ്മുടെ കഴിവുകൾ അവസാനിച്ചു. ഇനി നമുക്ക് ചോദിക്കാവുന്ന ഒരേ ഒരു ശക്തി, ഒരേ ഒരു വ്യക്തി, ഒരേ ഒരു ശക്തി, അത് അല്ലാഹ് മാത്രാണെന്നാ ആര് പറഞ്ഞത്? ഹുസൈൻ സലഫി പറഞ്ഞത്. ആ പറഞ്ഞതുപോലെ മരുഭൂമിയിൽ ഒറ്റപ്പെട്ടു കഴിഞ്ഞാൽ പുഴയിൽ മുങ്ങിയ വ്യക്തി, ആ വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം അവന്റെ എല്ലാ കഴിവും അവസാനിച്ചു. അവിടെ പ്രതിസന്ധി ഘട്ടത്തിലാണ്. അത്തരം പ്രതിസന്ധി ഘട്ടത്തിൽ അള്ളാഹുവിനെ മാത്രമേ ചോദിക്കാൻ പാടുള്ളൂ, അള്ളാഹിനെ മാത്രമേ പേടിക്കാനും പാടുള്ളൂ. മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അനുവദനീയമായ പേടി അത് കാര്യകാരണ ബന്ധത്തിന്റെ അടിസ്ഥാനത്തിലുള്ള പേടിയാണ്. എന്നാൽ ഈ രീതിയിലുള്ള ഒരു ഭയം ജിന്നിനോട് ഉണ്ടാകുവാൻ ഏത് രീതിയിലായിരിക്കും അത് ഉണ്ടാവുക എന്ന് വിശദീകരിക്കപ്പെടേണ്ടതുണ്ട്. തന്നെയുമല്ല, ഷെയ്ഖ് സാലിഹ് അൽ ഫൗസാൻ തന്നെ അദ്ദേഹത്തിന്റെ ഇയാനത്തുൽ മുസ്തഫീദിൽ ഈ വിഷയവുമായി ബന്ധപ്പെടുത്തിക്കൊണ്ട് ഇതിൽ പറയുന്ന, ശ്രദ്ധിച്ചോളി നിങ്ങൾ, എന്താണ് ഇതിനെ സംബന്ധിച്ച്, ഖൗഫിനെ സംബന്ധിച്ച് ഷെയ്ഖ് സാലിഹ് അൽ ഫൗസാൻ പറയുന്നത് കേട്ടോളിയും. ഇതിന്റെ ആയത്തും എന്ത് ആയത്താണ് അദ്ദേഹം ഉപയോഗിച്ചത് എന്നുമൊക്കെ വളരെ കൃത്യമായി ഷെയ്ഖ് ഇതിൽ വിശദീകരിച്ചിട്ടുണ്ട്. ശ്രദ്ധിച്ചു കേട്ടുക, എന്താണ് ഷെയ്ഖ് ഈ ഇതിന്റെ വിശദീകരണത്തിൽ പറയുന്നത് എന്ന്. ഖൗഫ് എന്നതിനെ കുറിച്ച് വിശദീകരിച്ചുകൊണ്ട് അദ്ദേഹം പറയുന്നു, إذا الخوف ثلاثة أنواع. النوع الأول خوف السر، وهو الخوف الذي يكون معه عبادة لغير الله أو ترك لما أوجب الله. എന്ന് പറഞ്ഞിട്ട് മഅനാഹു അൻ യഖാഫൽ ഇൻസാനു മിൻ ഗൈരില്ലാഹി മിനൽ അസ്നാമി വൽ ഔസാനി വമാ ഉബിദ മിൻ ദൂനില്ലാഹി മിനൽ ഖുബൂരി വൽ അദ്റഹതി ഔ യഖാഫൽ ശയാതീന വൽ ജിന്ന. ശ്രദ്ധിച്ചു കേട്ടോ, ഔ യഖാഫ ശയാതീന വൽ ജിന്ന, ജിന്നിനെയും മലക്കിനെയും പേടിക്കുക. വയതഖറബു ഇലൈഹിം ബിമാ യുഹിബ്ബൂന മിന ശിർകി ബില്ലാഹ് മിൻ അജലി അൻ യസ്ലമ മിൻ ശർരിഹിം ഫഹാദാ ശിർകുൻ അക്ബർ യുഖ്രിജു മിനൽ മില്ല. വല്ലാഹു സുബ്ഹാനഹു വതആല ذكر في خليله إبراهيم عليه السلام أنه قال ولما أخاف ما تشركون به إلا أن يشاء ربي شيئا. അതേപോലെ വീണ്ടും وكيف أخاف ما أشركتم ولا تخافون أنتم أشركتم بالله ما لم ينزل به عليكم سلطانا. അതേപോലെ വീണ്ടും فأي الفريقين أحق بالأمن إن كنتم تعلمون. വീണ്ടും الذين آمنوا ولم يلبسوا إيمانهم بظلم أولئك لهم الأمن وهم مهتدون. വീണ്ടും إن يقولون إلا افتراك بعض آلهتنا بسوء. ഇങ്ങനെ ഒട്ടേറെ ആയത്തുകൾ ഈ വിഷയത്തിൽ ഷെയ്ഖ് സാലിഹ് അൽ ഫൗസാൻ ഇതിന്റെ വിശദീകരണമായി നൽകി. അപ്പോ അദൃശ്യമായ പിശാചിനെ ഭയപ്പെടുന്നത്, അതേസമയം പിശാചിന്റെ കുതന്ത്രങ്ങൾ, പിശാചിന്റെ കൈതുകൾ, പിശാചിന്റെ ഉപദ്രവങ്ങൾ ഏതൊക്കെ മാർഗത്തിലുണ്ടോ ആ മാർഗത്തെ സംബന്ധിച്ചുള്ള സൂക്ഷ്മത ഒരു വിശ്വാസിക്കുണ്ടാവണം. അത് ഇസ്ലാം അംഗീകരിക്കുന്നതാണ്. ആ സൂക്ഷ്മതയല്ല ഇവിടെ പിശാചിനെ ഭയപ്പെട്ടുകൊണ്ട് നേർക്ക് നേരെ പറഞ്ഞ സക്കരിയ സലായി ജിന്നിറക്കാൻ വേണ്ടി പറഞ്ഞ കഥ ഉണ്ടല്ലോ,
ഏത് ഞാനിങ്ങനെ ആയത്തിൽ കുറിച്ച് ഓതിരിക്കുന്നു, എൻ്റെ മേത്ത് വല്ല ജിന്നും കൂടാതിരിക്കാൻ. ആ പേടി ഇവിടെ ജനങ്ങൾക്കിടയിൽ ഉണ്ടാക്കിയത് നിങ്ങളാ ശിർക്കാണത്. ഇനിയിപ്പോ ചോദിക്കേണ്ടത് സുല്ലമിന്റെ ഇപ്പോഴത്തെ പേടിന്റെ ഹുക്കം എന്താന്നുള്ളതാണ്. ഇവിടെ ചോദ്യം എന്താ സുല്ലമി, നിങ്ങൾ എന്തിനാ അത്ര എടുങ്ങാതാകണത്? ഞാൻ ചോദിച്ച ചോദ്യം എന്താ? നിങ്ങൾ ചോദ്യമാണ് മാറ്റിയിട്ട് മൂപ്പര് പഠിച്ച ഉത്തരമുണ്ട്, അതിനനുസരിച്ച് എന്ത് ചെയ്യാ, ചോദ്യം മാറ്റാ. ആ പണി നടക്കൂല സുല്ലമി. എന്താ ചോദിച്ചത്? ഒന്നാമത്തെ ചോദ്യം ഞാൻ ചോദിച്ചു, ഹിസ് കൊണ്ടോ നെസ് കൊണ്ടോ സബബായി നിശ്ചയിച്ചെന്ന് നാം അറിയാത്ത ഒന്നിനെ ഒരാൾ സബബായി ഉപയോഗപ്പെടുത്തിയാൽ അത് നിരുപാധികം ശിർക്കാണെന്ന്, മുത്തലഖൻ ശിർക്കാണെന്ന് ആയത്തോതാമോ ഹദീസ് ഓതാമോ? ആയത്തും ഹദീസും ഓതുകയാണെങ്കിൽ ഏത് സഹാബിയ, ഏത് താബിഇയ, ഏത് താബിഉത്താബിഇയ ആ രൂപത്തിൽ വിശദീകരിച്ചത്. ഇപ്പൊ ഒന്നും ഇനിയിപ്പോ സ്വഹാബിപ്പാരാ, ഇനി വേണമെങ്കിൽ മൂപ്പ അടുത്ത പ്രാവശ്യം വായിക്കും, ഷെയ്ഖ് ഫൗസാൻ ഞാൻ ഉദ്ധരിച്ചില്ലേ, അത് സ്വഹാബിയല്ലേ എന്ന് വേണമെങ്കിൽ ചോദിച്ചുകൂടാകില്ല. ഏതായിരുന്നാലും ഇപ്പൊ മൂപ്പക്ക് ഫൗസാനും പറ്റും, അതേപോലെ ഫതഹുൽ മജീദും പറ്റും. നേരത്തെ പറഞ്ഞ എന്താ, സൗദി പണ്ഡിതന്മാരല്ല വേണ്ടതാ, നിങ്ങൾ ഫൗസാനത്തെ കുടുങ്ങണ്ട, അതേ ഫൗസാൻ തന്നെ പറഞ്ഞ എന്താ ഞാൻ കാണിച്ചരാ. അപ്പൊ ഒന്നാമത്തെ ചോദ്യം ഇതാണ്, ചോദ്യം നിങ്ങൾ മാറ്റല്ല. ആ ചോദ്യത്തിന് ഉത്തരം പറയേണ്ടത് ആയത്ത് പറയണം, ഹദീസും പറയണം. ആ ആയത്തിനെയും ഹദീസിനെയും സ്വഹാബി, താബിഈ, താബിഉ താബിഈ, ഇതാണല്ലോ സലഫ് സ്വാലിഹീകൾ, അതാണല്ലോ വ്യവസ്ഥ എഴുതിയത്. ആ സലഫി മൻഹജ് പ്രകാരം വിശദീകരിക്കണം. ഓലെ ഇവിടെ പറഞ്ഞു, ഏത് സഹാബി പറഞ്ഞു, ഏത് താബിഈ പറഞ്ഞു, ഏത് താബിഉ താബിഈ പറഞ്ഞു, അത് നിങ്ങൾ പറയണം. രണ്ടാമത്തെ ചോദ്യം എന്താ, ജിന്ന് അതേപോലെ ശൈത്താന് ആദിയായ സബബിന് അപ്പുറമാണ് എന്ന കാരണം പറഞ്ഞിട്ടാണല്ലോ നിങ്ങൾ ഏത് ചോദ്യവും ശിർക്ക് എന്ന് പറഞ്ഞത്. അല്ലാതെ ആയത്തുണ്ടായിട്ടല്ലല്ലോ, ഹദീസ് ഉണ്ടായിട്ടല്ലല്ലോ, അല്ലാഹു റസൂലും പഠിപ്പിച്ചിട്ടല്ലല്ലോ. നിങ്ങളെ യുക്തിവാദം കൊണ്ട് നിങ്ങൾ പറഞ്ഞു ആദിയായ സബബിന് അപ്പുറമാണ് ജിന്ന്, അതുകൊണ്ട് എന്ത് ചോദിച്ചാലും ശിർക്ക്. അതുകൊണ്ടാണ് ഞാൻ ചോദിച്ചത്. എങ്കിൽ അതേ ജിന്നിനോട്, അതേ പിശാചിനോട് അങ്ങോട്ടുള്ള ഏതും ആ ഗണത്തിൽ വരണമല്ലോ. അതിൽ ഒന്ന് ഞാൻ ചോദിച്ചു, ആ ശൈത്താനെ കുറിച്ചുള്ള പേടി, ആ പേടി എല്ലാം ശിർക്കാണോ? എല്ലാം ശിർക്കാണോ? ശിർക്കാണെങ്കിൽ ആയത്തേത്, അതേപോലെ ഹദീസേത്, സ്വഹാബിയോ താബിയോ താബിഉ താബിയോ ആരാങ്ങ് വിശദീകരിച്ചത്? ശിർക്ക് അല്ലെങ്കിൽ ആയത്തേത്, ഹദീസേത് ആരാങ്ങ് വിശദീകരിച്ചത്? എന്തേ അതിലേക്ക് വരാത്തത്? എന്നിട്ട് സൂക്ഷ്മത വേണമെന്നാ. സൂക്ഷ്മത അല്ല ഇവിടെ ചോദ്യം, അത് ഞാൻ വളരെ ചോദിച്ചോളാം. അതുകൊണ്ട് പേടിയാണ് പറയേണ്ടത്. ഇനി ഞാൻ വായിച്ച് കേൾപ്പിക്കട്ടെ. അമാനി മൗലവി പറയുന്നു, ഒരാൾക്ക് അള്ളാഹുവിനെ കുറിച്ചുള്ള ബോധവും ഭയഭക്തിയും എത്ര കണ്ടുണ്ടോ അത്ര കണ്ട് അവൻ പിശാചിന്റെ ചതിയെ കുറിച്ച് ഭയപ്പെടുന്നവനും പിശാചിൽ നിന്നുള്ള രക്ഷയ്ക്ക് വേണ്ടി അള്ളാഹുവിനോട് പ്രാർത്ഥിക്കുന്നവനുമായിരിക്കും. ഒരാൾക്ക് പിശാചിന്റെ കെണിയിൽ അകപ്പെടുന്നതിനെ കുറിച്ച് ഭയമില്ലെങ്കിൽ അതിനുള്ള കാരണം അവന്റെ വിശ്വാസദാർഢ്യമോ മറ്റെന്തെങ്കിലും ഉത്കൃഷ്ട ഗുണമോ അല്ല. ഒന്നുകിൽ അള്ളാഹുവിന്റെയും റസൂലിന്റെയും വചനങ്ങളിൽ വേണ്ടത്ര വിശ്വാസമില്ലായ്മ, അഥവാ അധസൃഷ്ടികളായ ജിന്നുവർഗത്തെയും അവരിൽപ്പെട്ട പിശാചുക്കളെയും നിഷേധിക്കുന്നവരായിരിക്കുക. അതല്ലെങ്കിൽ പിശാചിന്റെ ദുർമന്ത്രങ്ങൾക്ക് ഒരിക്കലും വിധേയനാകാത്തവണ്ണം പ്രവാചകന്മാരെ പോലെയോ അതിലും ഉപരിയായോ ഉന്നത നിലവാരത്തിലുള്ള ആളാണ് താനെന്ന ഒരു അഹങ്കാരം. ഏതങ്ങൾക്കുള്ളത് ഞാൻ ചോദിക്കണില്ല, അത് മനുഷ്യന്മാർ തീരുമാനിച്ചോട്ടെ. അപ്പൊ ഏതായിരുന്നാലും എന്റെ ചോദ്യത്തിന് നിങ്ങൾ മറുപടി പറയണം. ഇനി മൂന്നാമത്തെ ചോദ്യം അതിനെ കൂടെ ചോദിക്കുന്നു. മൂന്നാമത് ചാൻസ് ഉണ്ടല്ലോ, ആ ചാൻസ് ഉപയോഗപ്പെടുത്തിക്കൊണ്ട് മൂന്നാമത്തെ ചോദ്യം ചോദിക്കുന്നു. സുല്ലമി ശ്രദ്ധിക്കുന്നുണ്ടല്ലോ. മൂന്നാമത്തെ ചോദ്യം എന്താണെന്നോ, ഏതാനും ദിവസങ്ങൾക്ക് മുമ്പ് ഞാനും സാലിഷ് പള്ളിയുമായി ഒരു സംവാദം നടന്നിരുന്നു. അവിടെയും വിഷയം ഇത് തന്നെയായിരുന്നു. ഈ വിഷയം അവിടെ വന്നപ്പോൾ, അതിൽ സംസാരിച്ചപ്പോൾ അവിടെ സാലിഷ് പള്ളി പറഞ്ഞു, റുഖിയന്റെ വിഷയമാണെങ്കിൽ, ഇലാജിന്റെ വിഷയമാണെങ്കിൽ പാണ്ടിക്കാട്ട് റുഖിയല്ല, റുഖിയ ശർഇയ്യ, റുഖിയ ശർഇയ്യയുടെ വിഷയമാണെങ്കിൽ അവിടെ ജിന്നിനുള്ള ചോദ്യങ്ങൾ ശിർക്കായതുണ്ട്, വസീലയായതുണ്ട്. ഇലാജിന്റെ വിഷയത്തിൽ, റുഖിയന്റെ വിഷയത്തിൽ ജിന്നിനോട് സഹായം ചോദിക്കുമ്പോൾ ആ ഇസ്തിആനത്തിൽ മിൻഹാ മാ ഹുവ ശിർകുൻ വ മിൻഹാ മാ ഹുവ സിത്റു ശിർകി, ശിർക്കായതുണ്ട്, ശിർക്കിലേക്ക് വസീലയായതുണ്ട്. അത് ഞാനും അംഗീകരിക്കുന്നുവെന്ന് ആദ്യം തോട്ടിക്കറിഞ്ഞെങ്കിലും പിന്നെ അവൻ സമ്മതിച്ചിരുന്നു. അത് നിങ്ങളും അംഗീകരിക്കുന്നുണ്ടോ? നിങ്ങളും അംഗീകരിക്കുന്നുണ്ടോ? ഉണ്ടെങ്കിൽ അത് അംഗീകരിക്കാൻ നിങ്ങൾക്ക് ഏതായത്താ തെളിവ്, ഏത് ഹദീസാ തെളിവ്? എല്ലാത്തിനും ആയത്ത് വേണം, എല്ലാത്തിനും ആയത്ത് വേണം. നിങ്ങൾ മൂന്നായത്ത് ചോദിച്ചു,
ഞാൻ 3 പറഞ്ഞു. മുഖബിദവാദിയെ പറ്റി ചോദിച്ചു, അത് ഞാൻ പറഞ്ഞു. അങ്ങനെ മറുപടി പറയാ. അതുകൊണ്ട് നിങ്ങൾ അംഗീകരിക്കുന്നുവെങ്കിൽ ഏതായത്ത് ഏത് ഹദീസ് അടിസ്ഥാനമാക്കി, അംഗീകരിക്കുന്നില്ലെങ്കിൽ ഏതായത്തിനാണ് ഏത് ഹദീസിനാണ് സാലിഷ് പറഞ്ഞ മറുപടി എതിരാവുക. ഇനി മാത്രമല്ല, നിങ്ങൾ ഫൗസാനാണ് വായിച്ചത്, അതേ ഫൗസാൻ അടക്കമുള്ളത് പറഞ്ഞു. എന്ത് വർഷം വായിച്ചില്ല. അപ്പോ ഞാനിവിടെ നേരത്തെ 2 ചോദ്യങ്ങളുടെയും മറുപടിയിൽ ഓതിയ ആയത്തുകളൊന്നും മുസ്ലിയാർ ഇപ്പോഴും കേട്ടിട്ടില്ല. ഈ ആയത്തുകളൊക്കെ കൃത്യമായി ഓതുന്നത്, ഇത് കേൾക്കുന്ന ആളുകൾ അത് മനസ്സിലാക്കുന്നുണ്ട്, അവർക്കത് തിരിയുകയും ചെയ്യുന്നുണ്ട്. ഞാൻ പിന്നെ ഫൗസാൻ എപ്പോൾ പറ്റുന്ന ഫൗസാനെ ഞാൻ ഉദ്ധരിച്ചതും ഷെയ്ഖ് ഫൗസാൻ സാലിഹ് ഫൗസാന്റെ കിതാബ് ഞാനിവിടെ വായിച്ചതും ഇത് എൻ്റെ യുക്തിവാദമാണ് എന്ന് തെറ്റിദ്ധരിപ്പിക്കുന്ന ശ്രമം മുസ്ലിയാർ നടത്തിയപ്പോ, മുസ്ലിയാരെ ഇത് എൻ്റെ യുക്തിവാദമല്ല, മറിച്ച് പണ്ഡിതന്മാർ വളരെ കൃത്യമായി വിശദീകരിച്ചിട്ടുണ്ട് എന്ന് ബോധ്യപ്പെടുത്തുന്നതിന് വേണ്ടിയും, തന്നെയുമല്ല ഷെയ്ഖ് സാലിഹുൽ ഫൗസാന് ഒരു ഇബാറത്തങ്ങൾ ഉദ്ധരിച്ചു പോയിരിക്കല്ല, അദ്ദേഹം പറഞ്ഞ വാക്യത്തിന് കൃത്യമായ ഖുർആനിന്റെ പ്രമാണം, കൃത്യമായ ഖുർആനിന്റെ തെളിവ് അദ്ദേഹം നിരത്തുന്നുണ്ട്. അതിൻ്റെ അടിസ്ഥാനത്തിൽ തന്നെയാണ് ഈ കാര്യങ്ങൾ നമ്മൾ സ്വീകരിക്കുകയും ചെയ്യുന്നത്. അതുകൊണ്ട് ഇവിടെ വളരെ കൃത്യമാണ്. നമ്മെ സംബന്ധിച്ചിടത്തോളം ഈ സംവാദം, ഇത് കേൾക്കുന്ന ജനങ്ങൾക്ക് കിട്ടേണ്ട ഉത്തരം, അത് ജിന്നുകളോടുള്ള സഹായ ചോദ്യം, അത് ശിർക്കാണ് എന്നാണ് കേരള ജംഇയ്യത്തുൽ ഉലമ തീരുമാനിച്ചിരിക്കുന്നതും. ആ തീരുമാനം പ്രമാണത്തിന്റെ അടിസ്ഥാനത്തിലാണ്. അതിന്റെ പ്രമാണമാണ് ഇവിടെ ഇതുവരെയും വായിച്ചത്. ഞാൻ എൻ്റെ വിഷയാവതരണത്തിലും ഇതിനു മുമ്പുള്ള 2 ചോദ്യ ഉത്തരങ്ങൾ നൽകുന്ന സന്ദർഭത്തിലും ഈ കാര്യം വ്യക്തമാക്കുന്ന രീതിയിലുള്ള ആയത്തുകൾ ഹദീസുകളും വളരെ കൃത്യമായി ഇവിടെ വായിക്കുകയുണ്ടായി. ഇതാണ് മുജാഹിദ് പ്രസ്ഥാനത്തിന്റെ നിലപാട്. ജിന്നിനെ സംബന്ധിച്ച് ആ ജിന്നിന്റെ ഉപദ്രവങ്ങൾ അതെന്തെല്ലാമായിരിക്കുമെന്നും അത് എന്തായിരിക്കുമെന്നും ഖുർആനും ഹദീസും പഠിപ്പിച്ചു തന്നോ അത് അതേ രീതിയിൽ നമ്മൾ വിശ്വസിക്കണം. ആ വിശ്വസിക്കുന്നതുമായി ബന്ധപ്പെട്ടുകൊണ്ടല്ല തർക്കമുള്ളത്. ജിന്നിനോട് സഹായം ചോദിക്കുന്നതിൽ വസീലത്ത് ശിർക്കായതുണ്ട് എന്ന് മുസ്ലിയാർ വാദിച്ചു. അതിന് എന്താണ് തെളിവ് എന്നത് അദ്ദേഹത്തിന് 5 മറുപടിയിലും അദ്ദേഹത്തിന് തെളിയിക്കാൻ